ബറാഖ താഴ്വര, ദ വാലി ഓഫ് ബറാഖ, ആത്മീക ഗോളത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. 2 ദിനവൃത്താന്തം 20-ാം അധ്യായത്തിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ദൈവമക്കൾക്കെതിരായിട്ട് എപ്പോഴും ശത്രുക്കൾ ഒന്നിച്ചു കൂടും. അതെങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ദൈവത്തിൻ്റെ മക്കൾക്കെതിരായിട്ട് ശത്രുക്കൾ എത്ര എളുപ്പം ഒന്നിച്ചു കൂടുന്നതെന്ന്. അവരൊന്നിച്ചുകൂടി ഉപദ്രവിക്കും. പക്ഷേ അവരുടെ നടുക്ക് ദൈവം നമ്മുടെ ജയോത്സവമായിട്ട് നടത്തും. അതാണ് ശത്രുക്കളുടെ മുമ്പിൽ മേശയൊരുക്കുന്നൊരു ദൈവം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇസ്രായേൽ ജനത അവരെ ദൈവം തിരഞ്ഞെടുത്ത്, അവരുടെ ഗുണം കൊണ്ടൊന്നുമല്ല, ദൈവം അവരെ തിരഞ്ഞെടുത്തു. ആദ്യകാലത്ത് അബ്രഹാമിൻ്റെ വിശ്വസ്തത ദൈവത്തിനെ പ്രീതിപ്പെടുത്തി. അങ്ങനെ അബ്രഹാമിൻ്റെ തലമുറയായിട്ട് വന്ന അവർ യഹൂദന്മാരിൽ ദൈവത്തിന് സന്തോഷമുണ്ടായി. അവരെ തിരഞ്ഞെടുത്തവരാണ്. ആ തിരഞ്ഞെടുത്തവരെ സൂക്ഷിക്കുന്നത് കണ്ടാൽ ഇന്നും ഇസ്രായേൽ ജനതയ്ക്കെതിരായിട്ട് എന്തുമാത്രം ഉപദ്രവമാണ് ചെയ്യുന്നത്. ഒരു ചെറിയൊരു രാജ്യം, കേരളത്തിൻ്റെ അത്ര തന്നെ ഉണ്ടോയെന്ന് സംശയം. അങ്ങനെയുള്ള ഒരു രാജ്യത്തെയാണ് ഈ ചുറ്റുപാടുള്ള അറബികളെല്ലാം കൂടെ അറബ് രാജ്യങ്ങൾ ഉപദ്രവിക്കുന്നതെന്ന് പറയും. എന്നിട്ട് അവർ നിൽക്കുന്നുണ്ടല്ലോ. ദൈവം തൻ്റെ ജനതയെ സൂക്ഷിക്കും, നിർബന്ധമാണ് കർത്താവിൻ്റെ. അങ്ങനെ തന്നെയാണ് ഈ ബറാഖ താഴ്വരയുടെ അവസ്ഥയിൽ ആദ്യഭാഗത്ത് ഇങ്ങനെയാണ്. അതായത് ഒരു രാജാവിനെതിരായിട്ട് 3 രാജാക്കന്മാർ ശത്രുവായിട്ട് വരികയാണ്. അത് നമുക്ക് ആദ്യഭാഗം മാത്രം ഒന്ന് വായിക്കാം. അതിനുശേഷം മോവാബ്യരും അമ്മോന്യരും അവരോടുകൂടെ മെയ്യുന്യരിൽ ചിലരും യഹോശാഫാത്തിൻ്റെ നേരെ യുദ്ധത്തിന് വന്നു. അപ്പോൾ യഹോശാഫാത്ത് എന്ന് പറയുന്നത് യഹൂദന്മാരുടെ രാജാവാണ്, ഇസ്രായേലിലെ രാജാവ്. അവനെതിരായിട്ട് എത്ര അവർ യഹോശാഫാത്തിന് 3 ശത്രുക്കളെ വരുന്നു. ഒന്ന് മൊവാബ്യരെന്ന് പറയുന്നത് ലോത്തിലുണ്ടായ മക്കളാണ്. മൊവാബ്യരെ, അമ്മോന്യരെ അവരോടുകൂടെ മെയ്യുന്യരി ചിലരും യഹോശാഫാത്തിന് നേരെ യുദ്ധത്തിന്. ചിലർ വന്ന് യഹോശാഫാത്തിന്, വലിയൊരു ജനസമൂഹം കടലിനക്കരെ നിന്ന് ആരാമിൽ നിന്ന് നിൻ്റെ നേരെ വരുന്നു. വിവരം ഉടനെ ഇവിടെ അറിഞ്ഞു. ഇത് അവർ എൻ ഗതി എന്ന ഹസസോൺ താമാരിൽ ഉണ്ട് എന്ന് പറഞ്ഞു. യഹോശാഫാത്ത് ഭയപ്പെട്ടു. ഇതാണ് നമുക്കെതിരായിട്ട് യുദ്ധം വരുമ്പോൾ, ശത്രു വരുമ്പോൾ, അവനൊന്നിച്ചു പടകൂട്ടി വരുമ്പോൾ അവൻ്റെ വിചാരം നമ്മളെ ഇപ്പോൾ ഇല്ലാതാക്കാമെന്ന്. പക്ഷേ ദൈവത്തിന് വേറെ പ്ലാനുണ്ട്. ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ശത്രുക്കളെ വിടുന്നതും എന്ന് ഓർക്കണം. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ഈ 3 ശത്രുക്കൾ ഒന്നിച്ചു കൂടിയതും ദൈവം അറിഞ്ഞിട്ട് തന്നെയാണ്. അവരൊന്നിച്ചു കൂടി ഈ ദൈവത്തിൻ്റെ രാജ്യം ഭരിക്കുന്നവനായ യഹോശാഫാത്തിനെതിരായിട്ട് യുദ്ധം ചെയ്യും. യഹോശാഫാത്ത് എന്ത് ചെയ്തു? ഉടനെ യുദ്ധത്തിനൊന്നും തിരിച്ചു പോയില്ല. യഹോശാഫാത്ത് ഭയപ്പെട്ടു, യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ടു, യഹൂദയിലൊക്കെയും ഒരു ഉപവാസം പ്രഖ്യാപിച്ചുകൊണ്ട്. ആദ്യമേ ചെയ്തത് രാജാവ് തൻ്റെ സ്വന്തം കഴിവിൽ ആശ്രയിക്കാതെ ദൈവത്തോട് ഉപവാസം, അതായത് ദൈവസന്നിധിയിൽ കടന്നു ചെന്ന് ഇതെന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചന ചോദിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളത് ചെയ്യാറുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കേ. നമുക്ക് പണവും സൗകര്യവും ഉണ്ടെങ്കിൽ നമ്മളെല്ലാം അങ്ങ് ചെയ്ത് കൂട്ടും. പക്ഷെ പണം ഇല്ലെങ്കിൽ നമ്മൾ ചോദിക്കും. ഒട്ടും പണം ഇല്ലെങ്കിൽ പൂർണ്ണമായിട്ട് നമ്മൾ ദൈവത്തെ ആശ്രയിക്കും. അടുത്തിടെ തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒരാൾക്ക് സുഖമില്ലാഞ്ഞിട്ട് ടോട്ടലി ഇടതൊന്നും വലതൊന്നും പുറത്തുനിന്നും അകത്തുനിന്നും സഹായം കിട്ടാത്ത സ്റ്റേജ് വന്നപ്പം പൂർണ്ണമായിട്ട് എല്ലാവരും കൂടെ യേശുവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഒരു പ്രശ്നവും കൂടാതെ ആ വിഷയത്തിന്മേൽ ദൈവം ജയമെടുത്ത് ഞാൻ കണ്ടു. എന്നാൽ വലിയൊരു കുടുംബത്തിൽപ്പെട്ട വേറൊരാൾ അസുഖം വന്ന് വീട്ടിൽ കിടന്നിട്ട് ഒരു അറിഞ്ഞില്ലെന്ന് തന്നെയല്ല, ഒരാശുപത്രി ചെന്ന് കിടന്നിട്ട് നമ്മൾ ചെന്ന് കാണുമ്പോൾ അവർ വാവിട്ട് കരയുകയാണ്. ഒരു സ്വന്തക്കാർ, സ്വന്തം സഹോദരന്മാരടുത്തുണ്ടായിട്ട് അവർ കടന്ന് ചെന്നില്ല. പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇതൊന്നും നിലനിൽക്കുന്ന പ്രവർത്തനങ്ങൾ, ദൈവത്തിന് അനുകൂലമല്ലാത്തതെല്ലാം മാറിപ്പോയൊക്കത്തുള്ളൂ. നമ്മൾ എത്ര ഉപദ്രവിച്ചവരാണേലും സ്വന്തം സഹോദരനോ സഹോദരിക്കോ പ്രയാസം വരുമ്പം നമ്മൾ സഹായിക്കാൻ വേണ്ടി കടന്നു ചെല്ലുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഉറവിടമായി മാറും. യഹോശാഫാത്ത് ഭയപ്പെട്ട് യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ട് യഹൂദയിലൊക്കെ ഉപവാസം പ്രഖ്യാപിച്ചു. യഹോവയോട് സഹായം ചോദിപ്പാൻ യഹൂദിയർ ഒന്നിച്ച് കൂടിയുണ്ട്. ഒരു പ്രശ്നം വന്നപ്പോൾ അവർ ഒന്നിച്ചു കൂടി, അവർ ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. അങ്ങനെ അവർ പ്രാർത്ഥിച്ചത് എന്താണ്? ഇങ്ങനെയാണ്. പിന്നെ ഈ 2 ക്രോണിക്കിൾസ് 2 ദിനവൃത്താന്തം 20-6 തൊട്ട്, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ നീ സ്വർഗസ്ഥനായ ദൈവമല്ലോ എന്ന ദൈവത്തെ പുകഴ്ത്തുകയാണ് ആദ്യമേ. ദൈവമേ, നീ സ്വർഗസ്ഥന്, നീ ജാതികളുടെ സകല രാജ്യങ്ങളെയും ഭരിക്കുന്നവനല്ലോ, ആർക്കും എതിർപ്പാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും നിനക്കുണ്ടല്ലോ. അപ്പോൾ ദൈവത്തിനെ അങ്ങോട്ട് മഹത്വപ്പെടുത്തിയിട്ട് പറയണം, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമല്ലേ നീ, ഞങ്ങളുടെ പൂർവ്വന്മാർക്ക് പ്രശ്നം വന്നപ്പോൾ നീ സഹായിച്ചില്ലേ. അതാണ് പിന്നെ ചോദിക്കുന്നത്, നിൻ്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതിക്ക് ശാശ്വതമായി നീ നിൻ്റെ നാമം കൊടുത്തതല്ലേ. അവർ അതിൽ പാർത്തു, ന്യായവിധിയുടെ വാള്, മഹാമാരി, ക്ഷാമം എന്നിവയുള്ള പല അനർത്ഥവും ഞങ്ങൾക്ക് വരുമ്പോൾ
വരുമ്പം ഞങ്ങൾ ഈ ആലയത്തിന് മുമ്പിൽ നിൻ്റെ സന്നിധിയിൽ നിന്ന് നിൻ്റെ നാമം ഈ ആലയത്തിൽ ഉണ്ടല്ലോ, ഞങ്ങളുടെ സങ്കടത്തിൽ നിന്നോട് നിലവിളിക്കുകയും നീ കേട്ട് രക്ഷപ്പെടുത്തുകയും ചെയ്തു. കണ്ട, ദൈവം പണ്ട് ചെയ്തിരിക്കുന്ന നന്മകളെ വിളിച്ചു പറയാം. അതാണ് നമ്മുടെ പാറ്റേൺ. ഒരു പ്രയാസം വരുമ്പം വയ്യോ പത്തോ പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലും മനുഷ്യൻ്റെ മുമ്പിലും ചെല്ലാതെ അല്പനേരം ദൈവസന്നിധിയിൽ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് ഇന്ന് വരെയും ഉള്ള കാര്യങ്ങളിൽ ദൈവം എന്നെ നടത്തി. അത് എക്സാമ്പിളില്ലേ, ഇതുവരെയും നമ്മുടെ അമ്മാപ്പന്മാരെ നടത്തിയത്, ഇതുവരെ എന്നെ നടത്തിയ വിഷയങ്ങൾ ദൈവത്തോട് ആവർത്തിച്ച് നമ്മൾ തിരിച്ചു എന്നോട് വാദിക്കുക, എന്നോട് കൽപ്പിക്കുക എന്ന് ദൈവം പറയുന്നുണ്ട്. നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന് ദൈവം പറയുന്നുണ്ട്. യെശയ്യാവിൽ അതാ പറയും, ഞാൻ കേൾക്കാൻ തയ്യാറാ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ. വരാനുള്ള മനസ്സ് വേണ്ടേ? ദൈവം അടുത്ത് വന്നിരുന്നാൽ പോലും കാണാത്ത മനുഷ്യൻ, കണ്ണുകൾ അന്ധമായി പോയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് കർത്താവെ കണ്ണിനകത്ത് ലേപനം എഴുതി കൊടുക്കുന്നു ഞാനിപ്പോൾ. അടക്കണം കർത്താവ്, നടത്തിയൊക്കത്തുള്ളൂ. നമ്മൾ യേശുവിൻ്റെ മുമ്പിലാണ് ഇത് പറയുന്നത്. അതിന് വിലയുണ്ടെന്ന്. ഹൃദയങ്ങൾ മാറ്റണം. കല്ലായുള്ള ഹൃദയം മാറ്റി മാംസമുള്ള ഹൃദയമാക്കണം. നമ്മൾ നിൽക്കുമ്പോൾ ദൈവ സാന്നിധ്യം അപ്പുറത്തും ഇപ്പുറത്തും അതായത് പ്രസരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ചെന്നിട്ട് ആത്മാവ് ഹേമിക്കണം. ചില വിശുദ്ധന്മാരൊക്കെ ഈ ടി.എൽ. മോഡി, അതുപോലെ തന്നെ പണ്ടുള്ള ഈ പ്രവാചകന്മാർ, അതായത് പിന്നെ ടി.എൽ. മോഡിയാണ് എൻ്റെ ഓർമ്മ വരുന്നത്. വേറെ പലരുടെയും പുസ്തകങ്ങളിനകത്ത് അവർ ബസ്സിൽ കയറുമ്പം ആളുകൾ അപ്പുറത്തിരിക്കുന്നവർ വാവിട്ട് കരയാൻ തുടങ്ങും. ആത്മാവിൻ്റെ ഹേമം കൊണ്ട് അവർക്ക് പാപത്തിൻ്റെ ബോധം വരും. അത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് അത് ഫീൽ ചെയ്യും. നമ്മൾ ചെല്ലുമ്പോൾ ചിലർക്ക് അസ്വസ്ഥത വരും. ഞാനത് കണ്ടിട്ടുണ്ട്. നമ്മൾ ചെല്ലുമ്പോൾ ചിലർക്ക് അസ്വസ്ഥത വരും. നമ്മളങ്ങ് മാറിയേക്കാം അവിടെ നിന്ന്. അവർക്ക് റിസീവ് ചെയ്യാൻ വയ്യെങ്കിൽ നമ്മളെന്തിനാണ് നിൽക്കുന്നത്? സ്പിരിറ്റ് ഓഫ് ദ ലോർഡ്, അതായത് ഹോളി സ്പിരിറ്റിന് ജീവനുണ്ട്. ഈ ഹോളി സ്പിരിറ്റ് എന്നും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ, വാ മക്കളെ വാ. നമ്മുടെ മക്കളെ ആകാം, മറ്റുള്ളവരുടെ മക്കളെ ആകാം. നമ്മുടെ മറ്റുള്ളവന്നൊന്നും ദൈവസന്നിധിയില്ല. ആർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കുമല്ലോ. എൻ്റെ മക്കൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന പ്രവണതയുള്ള നമ്മളോട് ദൈവം പറയുന്നു, മറ്റുള്ളവർക്കും കൂടെ പ്രാർത്ഥിക്കുക. മറ്റുള്ളവരെ അവരുടെ കഷ്ടങ്ങളിൽ നിന്ന് സഹായിച്ചാൽ ദൈവം നമ്മളെ നമ്മുടെ കഷ്ടങ്ങളിൽ നിന്ന് സഹായിക്കും. അങ്ങനെ ഈ ബറാഖാത്താഴ്വരുടെ അവസ്ഥയിൽ പ്രാർത്ഥിച്ചു കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? ദൈവമേ, നീ ഞങ്ങൾക്ക് ന്യായം നടത്തണമെന്ന് പറഞ്ഞപ്പം അവിടെയുള്ള ഒരാളുടെ മേലെ, അതായത് ബെനയാവിൻ്റെ മകനായ സിഖറിയാവിൻ്റെ മകൻ യഹസിയേൽ എന്ന ലേവ്യൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് വരും പോകുന്ന, അല്ലാതെ എപ്പോഴത്തേക്കുമായിട്ട് നിൽക്കുന്നില്ല ഇപ്പോഴത്തെ പോലെ. അത് മനസ്സിലാക്കണം. പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ മക്കളെന്നല്ല വിളിക്കുന്നത്, ദാസന്മാരെന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ദൈവ മക്കളാണ്. പുതിയ നിയമത്തിലുള്ളവർ ദൈവ മക്കളാണ്. ഇതുവല്ല ആരെങ്കിലും അറിയുന്നുണ്ടോ? മക്കളെങ്കിലും അവകാശികളാണ്, കൂട്ടവകാശികളാണ്. ഈ സത്യങ്ങൾ, അതായത് നമ്മൾ ഈ നെഞ്ചത്തടിച്ച് കരയുമ്പോഴൊക്കെ ഓർക്കണം, സത്യം അറിഞ്ഞിട്ടാണോ? അതായത് ഒരു സ്ലേവിനെ പോലെ നീ അടിവാതിക്കൽ അപ്പുറത്ത് നിന്ന് കരയുന്നതും മകളെ പോലെ വീട്ടിനകത്തോട്ട് കയറുമെന്ന് പറയുന്നത് രണ്ട് ധ്രുവമാണ്. അത് മനസ്സിലാക്കിയാൽ വളരെ വ്യത്യാസമാണ്. അതായത് എൻ്റെ അപ്പൻ്റെ വീട്ടിൽ എനിക്ക് കയറി ചെല്ലാൻ അവകാശമുണ്ട്. ഞാൻ ഒരു ജാതി അല്ലെങ്കിൽ ദൈവത്തെ അറിയാത്ത ഞാൻ വാതിലിൻ്റെ അപ്പുറത്ത്, ഗേറ്റിനപ്പുറത്ത്, ഇപ്പോഴത്തെ നമ്മൾ കാലങ്ങളിലൊക്കെ റിമോട്ട് കൺട്രോൾ ഗേറ്റിന് വെച്ചിരിക്കുകയാണ്, മിക്ക വീടുകൾക്കും ഉണ്ട്. ആ ഗേറ്റ് തുറക്കാതെ ഒരുത്തർക്ക് അകത്ത് കയറാൻ ഒക്കൂല. സ്വർഗവാതിൽ ദൈവം തുറക്കാതെ ഒരു വ്യക്തി വീടിനകത്ത് കയറത്തില്ല. ഭർത്താവിന് വേണ്ടി സമയം ചെലവഴിക്കുക, ദൈവത്തിന് വേണ്ടി കടന്നു പോവുക. ദൈവം നമ്മളെ മാടി വിളിക്കുകയാണ്. ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മുടെ കൂടെ നിൽക്കുകയാണ്. അവൻ്റെ വേണ്ടി ജീവനെ സമർപ്പിക്കുക. കർത്താവ് പറയുന്നത്, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ യുദ്ധം ഞാൻ ഏറ്റെടുക്കും. പക്ഷെ ദൈവം ഇല്ലെങ്കിൽ നമ്മൾ പോയി തോറ്റിട്ട് ഇല്ലാതായി ലജ്ജിച്ച് നഗ്നരായിട്ട് വസ്ത്രമില്ലാത്തവരായിട്ട് തിരിച്ചു വരേണ്ട ഗതികേട് എൻ്റെ കുടുംബങ്ങളിൽ, നിങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടാകരുത്. കർത്താവ് ഒരിക്കലും ഉണ്ടാകരുത്. സ്റ്റോപ്പ് ഇറ്റ്. ടേൺ അറൗണ്ട്. വചനമാണ് കടന്നു ചെല്ലുന്നത്. ഈ വചനം ജീവനുള്ളതാണെങ്കിൽ അത് ജീവനും ചൈതന്യം ചെന്നുകൊണ്ടിട്ട് പ്രവർത്തിച്ച് തന്നെ തിരിച്ചു വരും. ഞാനത് കാണും. ഞാൻ ജീവനോടിരുന്ന് എൻ്റെ ദൈവത്തിൻ്റെ മഹത്വത്തെ വിളിച്ചു പറയും. എത്ര പേർക്ക് പറയാനറിയാം? എഴുന്നേറ്റ് പ്രകാശിക്കുക. നിങ്ങളുടെ പ്രകാശം ദൈവത്തിൻ്റെ ആത്മാവിലേക്ക്. ബറാഖാത്താഴ്വരയുടെ ബാക്കി ഭാഗം അടുത്ത ദിവസം എടുക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഇന്ന് പ്രാർത്ഥിച്ച് നിർത്താം. വാലി ഓഫ് ബറാഖ. യുദ്ധം ചെറുതല്ല, പക്ഷേ യുദ്ധം വലുതാണ്. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ യുദ്ധം വലുതാണ്. ഒരാൾക്കെതിരായിട്ട് 5-8 പേരൊന്നിച്ച് വന്നാൽ ഞങ്ങൾ എന്തെടുക്കും കർത്താവേ?
ഞങ്ങൾ ഏകനായിട്ട് നിന്ന് എങ്ങനെ യുദ്ധം ജയിക്കാനാണ്? ഞങ്ങളുടെ മക്കളെ അവരുടെ സ്വയ കഴിവിൽ ഓടിച്ചെന്നേച്ച് വല്ലവരിനെയൊക്കെ അടികൊള്ളേണ്ട ആവശ്യമുണ്ടോ കർത്താവേ? അവർ മനസ്സിലാക്കേണ്ട ദൈവദൂത ഗണങ്ങളെ കൊണ്ട് വേണ്ടേ അവർ പോകാൻ? ഒറ്റയായിട്ട് പോകുമോ? പക്ഷേ ഏലീശ പ്രവാചകൻ്റെ അടുക്കൽ അരാമ്യ സൈന്യത്തിൻ്റെ ഒരു വലിയ സൈന്യം വന്ന് പട്ടണത്തിന് ചുറ്റും കാവൽ നിന്നപ്പോൾ എന്തിനാ ഏലീശ എന്ന് പറയുന്ന പ്രവാചകനെ കൊണ്ടുപോകാൻ വേണ്ടി ശത്രു സൈന്യം വന്ന് വിളിച്ചുകൊണ്ട് പോവുകയാണ്. പക്ഷേ ഗേഹസി നിലവിളിക്കുന്നു, അയ്യോ എന്ത് ചെയ്യണം? എലീശ ഒന്നും അനങ്ങിയില്ല. ഒരൊറ്റ പ്രാർത്ഥന, ഇവൻ്റെ കണ്ണ് തുറക്കണമെന്ന്. തുറക്കുമ്പോൾ എന്താ കണ്ടത്? അഗ്നിരഥങ്ങൾ. അയ്യോ, ദൈവത്തിൻ്റെ അഗ്നിരഥങ്ങളും കുതിരരഥങ്ങളും നിൽക്കുന്ന കണ്ട്, പാളയം ഇറങ്ങിയിരിക്കുന്നത് കണ്ട്, എനിക്ക് ചുറ്റും ഒരു സൈന്യങ്ങൾ, ദൈവസൈന്യം പാളയം ഇറങ്ങിയിരിക്കുക. അത് നമ്മുടെ മക്കൾ മനസ്സിലാക്കണം. അത് വിളിച്ചു വരുത്താതെ ആരും പോകരുത്. നമ്മുടെ കുടുംബങ്ങളിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ദൈവത്തെ വിളിച്ചു വരുത്തിയേച്ച് പോകാനുള്ള കൃപ തരണം. അത് തന്നെയാണ് ബറാഖാത്താഴ്വരുടെ അവസ്ഥ. രാജാവ് യഹോശാഫാത്തിനുമെതിരെ യുദ്ധം വന്ന് 3 രാജാക്കന്മാർ അവർ വന്നപ്പം യഹോശാഫാത്ത് അവരുടെ നേരെ ഒന്നും ചെന്നില്ല. ഉടനടി വിഷയം ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് ഉപവാസം പ്രഖ്യാപിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവിന് പ്രീതി തോന്നി കർത്താവ് വിഷയം ഏറ്റെടുക്കുന്നു, യുദ്ധം ഏറ്റെടുക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. നാഥ, അതുപോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ യുദ്ധത്തിന് പോകാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട് പുറത്തോട്ടിറങ്ങാനും കാര്യങ്ങൾ ചെയ്തെടുക്കാനും ഭവനങ്ങളിലും ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞു നിൽക്കാനുമുള്ള കൃപ ഇട്ട് കൊടുക്കണം. മാറത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഐ വിൽ നെവർ ലീവ് യു നോ forsake you, ഞാൻ നിന്നെ ഇട്ടേച്ച് ഒരു കാലത്ത് മാറിപ്പോകത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ദൈവസത്യം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ പകരട്ടെ. അപ്പച്ച ഇട്ടേച്ച് ഒരു കുടുംബത്തിൽ ഒരാൾ പ്രാർത്ഥിച്ചാൽ ബാക്കിയുള്ളവരുടെ കാര്യമെല്ലാം നീ നോക്കും. പക്ഷി ചുറ്റി പറക്കുന്നത് പോലെ കുഞ്ഞുങ്ങൾക്ക് ചുറ്റും അവരെയൊക്കെ കൊച്ചുമക്കളെ നിൻ്റെ മടിയിലിരുത്തിയിരിക്കുന്നു. മക്കളെ നീ കൈക്ക് പിടിച്ച്, പെൺമക്കളെ നിൻ്റെ നേരോട് നിൻ്റെ വലതുഭാഗത്ത് നിർത്തിക്കൊണ്ട് ഒരു ഇടയൻ തൻ്റെ ആടുകളെ കൊണ്ടുവരുന്നത് പോലെ നീ നടത്തിക്കൊണ്ടുവരുന്ന സ്നേഹത്തിന് സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ ആത്മാവിനെ കൊണ്ട് ഞങ്ങളെ നിറച്ചതിന് സ്തോത്രം. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നു നാമത്തിൽ തന്നെ. ആമേൻ.